എല്ലാ കൂട്ടുകാർക്കും മൈ വേൾഡ് ആൻഡ് മൈ തോട്ട്സ് ബൈ ബിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിന്ന് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും? ഞാനിന്ന് വന്നിരിക്കുന്നത് ചായ, മനസ, കൊളസ്ട്രോൾ ചീര, മെക്സിക്കൻ ചീര എന്നറിയപ്പെടുന്ന ചീരയുടെ വിശേഷങ്ങളുമായിട്ടാണ്. മായൻ ചീരയെന്നും മെക്സിക്കൻ മരച്ചീരയെന്നും അറിയപ്പെടുന്ന ചായ മനസ പോഷക ഔഷധ ഗുണങ്ങളിൽ മറ്റെല്ലാ ചീരയിനങ്ങളെയും കടത്തിവെട്ടുന്നതാണ്. അമേരിക്കയിലെ ബെലിസ് എന്ന രാജ്യത്ത് ഉത്ഭവിച്ചുവെന്ന് കരുതപ്പെടുന്ന ഈ ഇനം ചീര മായൻ വർഗ്ഗക്കാരുടെ ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. മായൻ വിഭാഗക്കാരുടെ പാരമ്പര്യ ചികിത്സാ രീതികളിലെ പ്രധാന ഔഷധം കൂടിയാണ് ചായ മനസ. സാധാരണ പച്ച ഇലക്കറികളിലുള്ളതിനേക്കാൾ 3 ഇരട്ടിയോളം പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ചായ മനസയെ വ്യത്യസ്തമാക്കുന്നത്. ചായ മനസയിലെ പോഷക നിലവാരം: പ്രോട്ടീൻ 5.7%, നാരുകൾ 1.9%, ഓരോ 100 ഗ്രാമിലും കാൽഷ്യം 199.4 mg, പൊട്ടാസ്യം 217.2 mg, ഇരുമ്പ് 11.4 mg, വൈറ്റമിൻ സി 164.7 mg, കരോട്ടിൻ 0.085 mg എന്നിങ്ങനെയാണ്. ചായ മനസയുടെ ഉപയോഗം കൊണ്ടുള്ള ആരോഗ്യപരമായ നേട്ടങ്ങളും പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തചംക്രമണം വർദ്ധിപ്പിക്കും, ദഹനത്തെ സഹായിക്കുന്നു, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, വേരിക്കോസ് വെയിൻ എന്ന രോഗത്തെ തടയുന്നു, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു, ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു, ചുമയെ തടയുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യപരമായ വളർച്ചയെ സഹായിക്കുന്നു, ശ്വാസകോശത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുന്നു, വിളർച്ച തടയുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും, വാതജന്യ രോഗങ്ങളെ കുറയ്ക്കുന്നു, പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു, കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് ഫലപ്രദം, മൂലക്കുരു നിയന്ത്രിക്കുന്നു, മുഖക്കുരുക്കളെ തടയുന്നു. ഇനി ഇതിൻ്റെ കൃഷിരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ധാരാളമായി ഉണ്ടാകുന്ന ശാഖകൾ 6-8 നീളത്തിൽ മുറിച്ചതോ വിത്തുകളോ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാം. മായഞ്ചീര 6 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന മരമാണ്. ഇലകൾ പറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് 2 മീറ്ററിൽ കൂടുതൽ വളരാൻ അനുവദിക്കാതെ കോതി നിർത്തുകയാണ് സാധാരണ രീതി. കേരളത്തിൽ നന്നായി വളരുന്നതാണ് ചായ മനസ. ഈ മരച്ചീര വീട്ടിലൊരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ പോഷക സമ്പുഷ്ടവും ഔഷധ ഗുണപ്രധാനവുമായ ഇലക്കറി കാലങ്ങളോളം ലഭിക്കാൻ സഹായിക്കും. ചായ മനസ പാചകവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചായ മനസ ഇലകളിൽ അടങ്ങിയിട്ടുള്ള വളരെ അളവിലുള്ള കട്ട് പാകം ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നതാണ്. അതിനാൽ ഈ ഇലകൾ പാകം ചെയ്ത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. ചായ മനസ ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പാചകവിധികൾ നോക്കാം. ചായ മനസ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന ചായ പ്രമേഹം നിയന്ത്രിക്കാനും കരൾ ശുദ്ധീകരിക്കാനും ഉത്തമമാണ്. 5 വലിയ ചായ മനസ ഇലകൾ ചെറുതായി അരിഞ്ഞ് 1 ലിറ്റർ വെള്ളം ചേർത്ത് ചെറു ചൂടിൽ 20 മിനിറ്റ് വേവിക്കണം. തണുക്കുമ്പോൾ 1 നുള്ള് ഉപ്പും കുറച്ച് നാരങ്ങാനീരും ചേർത്താൽ ചായ മനസ ടീ തയ്യാർ. ദിവസവും 3 ഗ്ലാസ് വരെ കുടിക്കാം. ചായ മനസ സാലഡ്. ചായ മനസ ഇലകൾ ചെറുതായി അരിഞ്ഞ് കുറച്ച് വെള്ളം, ഇലകൾ വേവുന്നതിന് വേണ്ടത് മാത്രം ചേർത്ത് ചെറു ചൂടിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഈ ഇലകൾ കൊണ്ട് സാധാരണ ചീരവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന എല്ലാവിധ സാലഡുകളും ഉണ്ടാക്കാവുന്നതാണ്. തോരൻ ഉണ്ടാക്കുന്ന വിധം: ചായ മനസ ഇലകൾ കൊണ്ട് സാധാരണ ചീരവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന തോരനും മറ്റെല്ലാ ഇനം കറികളും ഉണ്ടാക്കാവുന്നതാണ്. കറികൾ 15 മുതൽ 20 മിനിറ്റ് വരെ സമയം വേവിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിന് ഒരു കട്ടുണ്ട്. വെറുതെ വലിച്ചെറിഞ്ഞാൽ പോലും വേര് പിടിക്കുന്ന ഒരിനം ചീരയാണ് ചായ മനസ. തണ്ട് മുറിച്ചു കുത്തുന്ന എല്ലാ വിളകളും ചെയ്യാൻ പറ്റിയ ഒരു ഞാറ്റുവേലയാണ് തിരുവാതിര. ജൂൺ 22 മുതൽ ജൂലൈ 5 വരെയാണ് തിരുവാതിര ഞാറ്റുവേല. വിരലൊടിച്ചു കുത്തിയാൽ പോലും വേര് പിടിക്കുന്ന ഞാറ്റുവേലയാണ് തിരുവാതിര എന്നാണ് പഴമൊഴി. ചായ മനസ കേരളത്തിൽ പലയിടങ്ങളിലും അതിരിൽ വേലിയായി നട്ടുപിടിപ്പിച്ച് കണ്ടുവരുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ട എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി നന്ദി. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.